എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ഹിന്ദിയിൽ പതി പത്നി ഓർ വോ ദോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം ഞാൻ കണ്ട്. ഇതിനകത്ത് ലീഡ് വരുന്നത് ആയുഷ്മാൻ ഖുറാന, രാകുൽ പ്രീത് സിംഗ്, വാമിക ഗബ്ബി, പിന്നെ സാറ അലി ഖാൻ. അപ്പം ഈ പടം എന്ന് പറഞ്ഞാൽ ഇതേ ഒരു പേരിൽ തന്നെ എന്ന് വെച്ചാൽ പതി പത്നി ഓർ വോ എന്ന് പറഞ്ഞുകൊണ്ട് 2019 ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ പഴയൊരു പടമാണ്, അതിൻ്റെ തന്നെ റീമേക്ക് ആയിരുന്നു. ആ ഒരു 19 ഇറക്കിയ ആ ഒരു സെയിം ഡയറക്ടർ തന്നെയാണ് ഈ പടത്തിലും. ഇവിടെ എന്ന് പറയണമെന്ന് വെച്ചാൽ ലൈക്ക് എന്തുവാ ഒരുമാതിരി പ്രിയദർശൻ പടങ്ങൾ കണ്ട ഒരു ഫീലായിരുന്നു. അതായത് വഴിയെ പോണ വയ്യാവേലി എടുത്ത് വയ്ക്കുന്നു, പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ, അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവസാനം എല്ലാവരും കൂടെ ഒരുമിച്ച് അതെല്ലാം സോർട്ട് ചെയ്യുന്നു, ക്ലൈമാക്സിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫാണ്. ഞാൻ സത്യം പറഞ്ഞ ഒരു അപരാധം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ പടം കണ്ടത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ പടം വർക്കായി. എന്തോ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു കേവസ് കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടു വന്നപ്പോൾ കൊള്ളാം, അത്യാവശ്യം കോമഡീസ് കാര്യങ്ങളൊക്കെ വർക്കായി. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആ ഒരു ഇൻസിഡൻസ്, അത് ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 100 കള്ളം പറയുക, അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് എനിക്കിത് വർക്കായി. അങ്ങനെ അല്ലാത്തവർക്ക് ഈ പടം വെറും ഒരു കാട്ടപരാധമായിട്ടായിരിക്കും തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലൈക്ക് ഇതിനകത്ത് ആയുഷ്മാൻ ഖുറാന ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടാണ് ലൈക്ക് ഈ പറഞ്ഞ പോലെ സാറ അലി ഖാൻ, ആളുടെ വൈഫാണ് വാമിക ഗബ്ബി, പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് രാകുൽ പ്രീത് സിംഗ്. അപ്പോൾ എല്ലാം ഒരു കണക്ഷനാണ്. ഓക്കെ, അപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയി അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അത് മറയ്ക്കാൻ വേണ്ടി ഒരു കള്ളം, ഒരു കള്ളത്തിന് പിന്നെ പല കള്ളങ്ങൾ, അങ്ങനെ അങ്ങനെ പോണ ഒരു കൈൻഡ് ഓഫ് ഒരു കഥയാണിത്. സോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ നിന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.